സിറ്റി പോലീസ് ആസ്ഥാനത്ത് കയറി ഒരു സംഘം കേക്ക് മുറിച്ച് പിറന്നാൾ ആഘോഷിച്ച വിവാദ സംഭവത്തിന് പിന്നാലെ പോലീസ് ക്യാൻറ്റീനിൽ പൊതുജനങ്ങൾക്ക് തീർത്തും വിലക്കേർപ്പെടുത്തി. പൊതുവെ പോലീസ് ക്യാൻറ്റീനിൽ പൊതുജനത്തിന് പ്രവേശനമില്ല. എന്നാൽ നിയമം അറിയാതെ എത്തുന്നവരെ ഭക്ഷണം കഴിക്കുന്നതിനും കർശനമായി വിലക്കിയിരുന്നില്ല. എന്നാൽ ഏറെ സുരക്ഷയുണ്ടാവേണ്ട സ്ഥലത്താണ് പുറമേ നിന്നെത്തിയ യുവതിയും സംഘവും കേക്ക് മുറിച്ച് പിറന്നാൾ ആഘോഷിച്ചത്. ഇത് വീഡിയോ സഹിതം പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതോടെയാണ് നിയമം കർശനമാക്കുന്നത്. ഇത്തരമൊരു നിയമവിരുദ്ധ പിറന്നാൾ ആഘോഷത്തിന് ശേഷമാണ് അധികൃതർ സംഭവം അറിഞ്ഞത്. നിരവധി ആയുധങ്ങളടക്കം സൂക്ഷിച്ച മുറിക്ക് സമീപത്തായാണ് പരസ്യമായി കേക്ക് മുറിച്ച് ആഘോഷം നടത്തിയത്. സംഭവം വിവാദമായതിന് പിന്നാലെ 5 പേർക്കെതിരെ കേസെടുത്തിരുന്നു. തുടർന്ന് സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻ രാജ് പ്രത്യേക യോഗം വിളിച്ച് നടപടി കർശനമാക്കാൻ നിർദ്ദേശം നൽകുകയായിരുന്നു. ജില്ലാ ആസ്ഥാനത്തെ പ്രവേശന കവാടത്തിൽ പരിശോധനയ്ക്കായി പോലീസുകാരെ നിയോഗിച്ചു. അനുമതിയില്ലാതെ ആരെയും പ്രവേശിപ്പിക്കേണ്ടതില്ലെന്നാണ് തീരുമാനം. പിന്നാലെ കഴിഞ്ഞ ദിവസം മുതൽ പോലീസ് ക്യാൻറ്റീനിലേക്ക് പുറമെ നിന്നും ആളുകൾ വരുന്നതും നിർത്തലാക്കി ഉത്തരവിറക്കി. പോലീസുകാർക്ക് മാത്രം പ്രവേശനമുള്ള ക്യാൻറ്റീനിൽ അറിയാതെ ഭക്ഷണം കഴിക്കാൻ പൊതുജനമെത്തിയാൽ കർശനമായി തടഞ്ഞിരുന്നില്ല. കുറഞ്ഞ വിലയിലാണ് ഇവിടെ ഭക്ഷണം നൽകിയിരുന്നത്. എന്നാൽ കേക്ക് മുറി വിവാദം നിയമം കർശനമാക്കുന്നതിലേക്ക് നയിക്കുകയായിരുന്നു. കണ്ണൂർ ACP പ്രദീപൻ കണ്ണിപ്പൊയിലിനാണ് ഇതിന്റെ ചുമതല. നേരത്തെ ക്യാൻറ്റീനിൽ പുറമേ നിന്നടക്കം നിരവധി ആളുകൾ ഭക്ഷണം കഴിക്കാനായി എത്തിയിരുന്നു. സുരക്ഷാ വീഴ്ചയുണ്ടായ സാഹചര്യത്തിലാണ് ക്യാൻറ്റീനിൽ പുറമേ നിന്നുള്ളവരുടെ പ്രവേശനം കർശനമായി തടഞ്ഞത്. കഴിഞ്ഞ 16-നാണ് പിറന്നാൾ ദിനത്തിൽ കേക്ക് മുറിക്കുന്ന വീഡിയോ പുറത്തായത്. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ.